നമസ്കാരം. വിവേക് ക്രിക്കറ്റ് ചാറ്റ്സിലേക്ക് സ്വാഗതം. IDFC ഫസ്റ്റ് ബാങ്ക് ODI സീരീസിലെ ആദ്യ മത്സരം ഫെബ്രുവരി 6-ാം തീയതി നാഗ്പൂരിലെ VCS സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 248 റൺസിന് ഓൾ ഔട്ടായി. ജോസ് ബട്ട്ലറുടെയും ജേക്കബ് ബദലിൻ്റെയും അർദ്ധ സെഞ്ചുറി, ഫിൽ സാൾട്ടിൻ്റെ 26 പന്തിൽ നിന്നുള്ള 43 റൺസുമാണ് ഇംഗ്ലണ്ട് നിരയിൽ എടുത്തു പറയേണ്ടത്. ഏതായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ആദ്യ വിക്കറ്റ് വീണതിന് ശേഷം തുരുതുരെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഒരു മികച്ച സ്കോറിലേക്ക് ഇംഗ്ലണ്ട് പോകും എന്ന ഒരു പ്രതീതി ജനിപ്പിച്ച ശേഷം തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ബൗളർമാർ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിന് ഇന്ത്യക്കെതിരെ കാര്യമായി ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിഞ്ഞില്ല. രവീന്ദ്ര ജഡേജയും ഹർഷത് റാണയും 3 വീതം വിക്കറ്റും അക്ഷർ പട്ടേൽ 1 വിക്കറ്റും നേടി. ഇന്ത്യൻ ആയതിനു ശേഷം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ശുഭ്മാൻ ഗില്ലിൻ്റെയും ശ്രേയസ് അയ്യരുടെയും അക്ഷർ പട്ടേലിൻ്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 38.4 ഓവറിൽ ഇംഗ്ലണ്ട് മുന്നിൽ വെച്ച ലക്ഷ്യം മറികടന്നു. ഏതായാലും ആദ്യ മത്സരം വിജയിച്ചതോടുകൂടി തന്നെ ഇന്ത്യ ഈ ODI സീരീസിൽ 3-1 എന്ന് പറയുന്ന ഒരു ലെവൽ മുന്നിലെത്തിയിരിക്കുകയാണ്. നാളെ രണ്ടാം മത്സരം കട്ടക്കിൽ നടക്കുകയാണ്. നാളത്തെ മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പരമ്പര നേടാൻ കഴിയും. ഈ സീരീസിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ ഇംഗ്ലണ്ടിന് ഇന്ത്യക്കെതിരെ കാര്യമായ ഒരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല. അത് T20 സീരീസിലും ഏറെക്കുറെ അതേ പരാജയം, അതേ ഒരു ലീൻ പെർഫോമൻസ് ഈ ODI സീരീസിലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ കളിയിൽ ഇന്ത്യക്ക് കാര്യമായ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഏതായാലും നാളത്തെ കളിയിലും വിജയിച്ച് ഇന്ത്യ ഈ പരമ്പര നേടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.